മംഗലാപുരം സെമിനാരിയിലെ എൻ്റെ പഠനകാലം ഒരു ജീസസ് യൂത്ത് പ്രവർത്തകൻ ബ്രദേഴ്സിനോട് കർത്താവിനെക്കുറിച്ചുള്ള ഷെയറിംഗ് നടത്തുവാൻ വരുന്നു. അദ്ദേഹം പ്രസംഗം തുടങ്ങി. സെമിനാരിയാണ്. ഘനീഭവിച്ച കരിമേഘങ്ങൾ പോലെ ബ്രദേഴ്സ് ഇരിക്കുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്നത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃപയുടെ മഴപ്പെയ്ത്തിന് സാധ്യതയൊന്നും കാണുന്നില്ല. അങ്ങനെ ചത്ത് ചതഞ്ഞ് കെട്ടടങ്ങിയ മട്ടിൽ ഇരിക്കുന്ന ഒരു കൂട്ടത്തിന് മുമ്പിലാണ് ഈ ജീസസ് യൂത്ത് പ്രവർത്തകൻ. തുടക്കത്തിൻ്റെ പതർച്ചയൊക്കെ അങ്ങ് പെട്ടെന്ന് മാറി. പിന്നെ അയാൾ സംസാരിക്കുമ്പോൾ കൃപയുടെ മഴപ്പെയ്ത്ത്, ആ മഴപ്പെയ്ത്തിൽ സ്നാനമേറ്റ് നിൽക്കുന്ന ഒരനുഭവമാണ്. അടിമുടി നിങ്ങളങ്ങ് മാറുന്ന ഒരനുഭവം. പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആളുകളല്ല, എല്ലാവരും എൻറ്റയർലി ട്രാൻസ്ഫോംഡ് എന്ന അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. മുഖത്തൊരു ചൈതന്യം, അല്പം വിസ്മയം. ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, ഹൗ കുഡ് യു ഡു ദാറ്റ്? ഇത്രയ്ക്ക് സുന്ദരമായിട്ട് എങ്ങനെ ഹൃദയം സ്പർശിക്കുന്ന വിധത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു? അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇയാൾ മറുപടി പറഞ്ഞു, യു നോ ബ്രദർ, ഐ വാസ് നോട്ട് പ്രീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്, ഐ വാസ് ജസ്റ്റ് പ്രീച്ചിങ് ക്രൈസ്റ്റ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഐ വാസ് നോട്ട് പ്രീച്ചിങ് എബൌട്ട് ക്രൈസ്റ്റ്, കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയല്ല ഞാൻ ചെയ്തത്, ഞാൻ കർത്താവിനെ പ്രസംഗിക്കുകയായിരുന്നു. അതായത് ഉള്ളിൽ നിറഞ്ഞ് കവിയുന്ന കർത്താവിനെ ഒരാൾ പകർന്നു നൽകുകയാണ്. പ്രീച്ചിങ് ക്രൈസ്റ്റ്, പ്രീച്ചിങ് എബൌട്ട് ക്രൈസ്റ്റ് വളരെ ഡിഫറെൻ്റാണ്. അതിന് നിങ്ങൾ കുറേ പുസ്തകങ്ങളിൽ ഇൻഫർമേഷൻ നിങ്ങളുടെ തലയിൽ കുത്തിവെച്ചാൽ മതി. ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ, ദൈവത്തെക്കുറിച്ച് കുറേ വിജ്ഞാന ഭണ്ഡാരങ്ങളായിട്ടുള്ള പുസ്തകങ്ങളിലെ അറിവ് ശേഖരിച്ചാൽ മതി. പക്ഷെ പ്രീച്ച് ക്രൈസ്റ്റ്, കർത്താവ് നിങ്ങളുടേതായി മാറണം. കർത്താവ് നിങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞ് ചൈതന്യമായിട്ട് പുറത്തേക്ക് ഒഴുകണം. അങ്ങനെ ഒരു പ്രസംഗം കേട്ടതിൻ്റെ ആ ഒരു ഓർമ്മ മനസ്സിലേക്ക് വരാൻ കാരണമുണ്ട്. ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നൊരു പുസ്തകം, അതായത് ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നിറഞ്ഞ് വായിക്കുന്ന ആൾക്ക് ഒരു കത്താർസിസ് അനുഭവം, വിമലീകരണ പ്രക്രിയ താനേ ഉണ്ടാവുകയാണ്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം അറിയാം. ലിയോ ടോൾസ്റ്റോയുടെ സ്നേഹം എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ട് എന്ന പുസ്തകം. കുട്ടി ക്ലാസ്സുകളിൽ നിങ്ങളിത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. കഥ നിങ്ങൾക്കറിയാം. ധ്യാനം പോലെ ഇടയ്ക്ക് ഈ കഥയൊന്ന് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് പുനർവായനയ്ക്ക് എടുക്കുകയാണ് ഞാൻ ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ പ്രധാന കഥാപാത്രം മാർട്ടിൻ എന്ന ഒരു സാധാരണ ചെരുപ്പ് നിർമ്മിക്കുന്ന ആളാണ്. അയാൾ ചെരുപ്പ് കുത്തിയാണ്. അങ്ങനെ എടുത്തു പറയത്തക്ക പ്രാഗൽഭ്യമോ പ്രാമാണ്യമോ ഒന്നും അയാൾക്കില്ല. അയാളൊരു സാധാരണ മനുഷ്യൻ. പക്ഷേ അയാളെക്കുറിച്ച് കഥാകൃത്ത് പറയുക, വളരെ സത്യസന്ധനാണ്, പരോപകാരിയാണ്, ഉള്ളു നിറയെ സ്നേഹവുമാണ്. ഒരുപാട് ട്രാജഡിയിലൂടെ കടന്നുപോയ ആളാണ് അയാൾ. എന്താണ് ട്രാജഡി? അയാൾ അങ്ങേറ്റം സ്നേഹിച്ചിരുന്ന ഭാര്യ മരിച്ചു. പിന്നെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മരിച്ചു. ഒരൊറ്റ മകനാണ് അവശേഷിച്ചത്. അവനും മരിച്ചതോടുകൂടി അയാൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പോയി. സത്യസന്ധനാണ്, സ്നേഹമുള്ള ആളാണ്. പക്ഷെ അയാൾക്കിപ്പോൾ ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം എന്തിനാണ് ഇത്രയ്ക്ക് ക്രൂരത എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ദൈവം ഇത്രക്കേറെ ക്രൂരത എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചു തന്നത്? ഞാൻ ആർക്കും ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ദ്രോഹിക്കുന്നവർ കല്ലെറിയാൻ വേണ്ടി ചുറ്റിലും നിൽക്കുന്ന അനുഭവം, അതെന്തിനാ ദൈവമേ നീ അനുവദിച്ചത്? അങ്ങനെയൊക്കെ മാർട്ടിൻ എന്ന പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കിപ്പോൾ പണ്ടത്തെ തീക്ഷ്ണതയൊന്നുമില്ല. ഇങ്ങനെ കൂടി എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് കരുതി അയാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്ത് നോക്കുക, നിങ്ങളുടെ ജീവിതം ഇതുപോലെ അടഞ്ഞ മുറിക്കുള്ളിൽ ചടഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ദൈവം ഒരു മാലാഖയെ വിട്ടു, അല്ലെങ്കിൽ മാലാഖമാരെ വിട്ടു. ഓർക്കുന്നില്ലേ? നിങ്ങളുടെ വാതിൽക്കൽ ഏതോ മാലാഖ വന്ന് മുട്ടി വിളിച്ച അനുഭവം. മാർട്ടിൻ എന്ന ചെരുപ്പൂത്തിയുടെ വാതിൽക്കലും ഒരു മാലാഖ വന്നു. ഒരു തീർത്ഥയാത്രികനാണ്, ഒരു വൃദ്ധൻ. അദ്ദേഹം ഇയാളുടെ വീട്ടിലേക്കല്ല, ഹൃദയത്തിലേക്കാണ് പ്രവേശിച്ചത്. അയാൾ വന്നിട്ട് പറഞ്ഞു, മാർട്ടിൻ, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? അപ്പോൾ മാർട്ടിൻ പറഞ്ഞു, ജീവിക്കാൻ അർത്ഥം വേണ്ടേ? എന്തിനാ ഒരാൾ ജീവിക്കുന്നത്?
അതിൻ്റെ അർത്ഥം ഉണ്ടാകണം. അപ്പോൾ തീർത്ഥാടകൻ പറഞ്ഞു, അർത്ഥം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതം മാറും. ഇനി എങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം അത് മനസ്സിലാക്കാൻ നീ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. ഓരോ ദിവസവും വായിക്കണം. വായിച്ചു കഴിയുമ്പോൾ ദൈവം പറഞ്ഞു തരും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. നിൻ്റെ സ്കില്ലല്ല മോനെ, ദൈവത്തിൻ്റെ വില്ലാണ് പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ വില്ല് നീ എങ്ങനെ തിരിച്ചറിയും? നീ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. അതിലെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. മാർട്ടിൻ ഈ തീർത്ഥാടകൻ്റെ വാക്കുകൾ അപ്പാടെ സ്വീകരിച്ചു. കാരണം ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്നും പേര് നീക്കം ചെയ്യപ്പെടാൻ അധികം നാളില്ല എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിന്. അപ്പോൾ മരിക്കുന്നവരെ നന്നായിട്ട് ജീവിക്കണം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ജീവിക്കാനാവുമെങ്കിൽ, വീണ്ടും വെട്ടം കണ്ടെത്താനാവുമെങ്കിൽ നല്ല കാര്യം. അയാൾ വീണ്ടും ജീവിതം ആരംഭിക്കുകയാണ്. അയാൾ ആദ്യം ചെയ്തത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ചു. എന്നിട്ട് അയാൾ വായന ആരംഭിച്ചു. ആദ്യം അയാൾ ഒഴിവ് ദിവസങ്ങളിലാണ് വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തിയത്. പതുക്കെ അത് വായിച്ചപ്പോൾ അയാളുടെ ഉള്ളിലെ തീപ്പൊരി ഇങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. വെറുതെ ജീവിതത്തിൻ്റെ ക്ഷണിക സന്തോഷങ്ങളുടെ പിന്നാലെ ഒന്നും ഓടണ്ട. നിലനിൽക്കുന്ന ആനന്ദം ഈ കൊച്ചു പുസ്തകത്തിലുണ്ടെന്ന് അയാൾ മനസ്സിലാക്കുന്നു. ആഴ്ചയിലൊരിക്കൽ വായിച്ചു തുടങ്ങിയ അയാൾ എല്ലാ ദിവസവും വായിക്കാൻ തുടങ്ങി. പിന്നെ എപ്പോഴും വായിക്കാൻ തുടങ്ങി. ദിവസത്തിൽ വായിച്ച് ഭാരമൊക്കെ കുറഞ്ഞു. കനം തൂങ്ങിയ ഹൃദയത്തിൽ കനമൊന്നുമില്ല. ഇപ്പോൾ അയാളുടെ തൂവൽ വരെ പറക്കാൻ തുടങ്ങി. അയാൾക്ക് ഇതുവരെ ഇല്ലാത്ത ആനന്ദം അനുഭവിക്കാൻ, ആ അനുഭവം അയാളെ പുതിയ മനുഷ്യനായിട്ട് മാറ്റുകയാണ്. അയാൾ പിന്നെ അയാളുടെ മെഴുകുതിരി എരിഞ്ഞ് കെട്ടടങ്ങുന്നവരെ വായിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് അയാൾ അതിൽ ലയിച്ച് വയ്ക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നവരാണല്ലോ. നമ്മൾ എത്രത്തോളം വിശുദ്ധ ഗ്രന്ഥം ഹൃദയപൂർവ്വം വായിക്കുന്നുണ്ട്? അത് വായിച്ച് ഗ്രന്ഥത്തിലെ കർത്താവിൻ്റെ വാക്കുകൾ പോലെയായി എങ്ങനെ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്? ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കാണണം. 4 പുരോഹിതരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ബൈബിളിൻ്റെ തർജ്ജമകളെക്കുറിച്ച് പറയുകയാണ്. ഒരാൾ പറഞ്ഞു, എനിക്ക് സെയിൻറ്റ് ജെറോമിൻ്റെ തർജ്ജമയാണ് ഇഷ്ടം, കാരണം അത് വളരെ ക്ലിയറാണ്. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ അതാണ് ഇഷ്ടം, അതിന് കുറച്ചും കൂടി കവിത തുളുമ്പുന്ന ഭാഷയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, എനിക്ക് RSV ബൈബിളാണ് ഇഷ്ടം, കാരണം അത് കുറച്ചും കൂടി സിമ്പിളാണ്. നാലാമത്തെ ആൾ മിണ്ടാതിരിക്കുകയാണ്. നാലാമത്തെ ആളോട് ചോദിച്ചു, നിനക്ക് ഇഷ്ടപ്പെട്ട വിവർത്തനം ഏതാണ്? അയാൾ സിമ്പിളായിട്ട് കൈകുഴിപ്പിട്ട് പറഞ്ഞു, എനിക്കിഷ്ടം എൻ്റെ അമ്മയുടെ വിവർത്തനമാണ്. എൻ്റെ പാവപ്പെട്ട അമ്മ അധികമൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അമ്മ ബൈബിള് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി വിവർത്തനം ചെയ്ത് ഞങ്ങൾക്ക് തന്നു. അതായത് അമ്മയുടെ ജീവിതമായിരുന്നു ഞങ്ങൾക്കുള്ള ബൈബിൾ ക്ലാസ്. അത് വായിച്ചിട്ടാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ വിവർത്തനമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിവർത്തനം. കേൾക്കുന്ന ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവിനെ പകർത്തിയെടുക്കാൻ, വിശുദ്ധ ഗ്രന്ഥത്തെ പകർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും ഒരു താളെങ്കിലും ജീവിതം കൊണ്ട് വിവർത്തനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കണം. പുസ്തകം വെറുതെ വായിച്ചതുകൊണ്ടായില്ല, ഉള്ളിലേക്ക് നോക്കി ചോദ്യങ്ങൾ ചോദിക്കണം. അതുതന്നെയാണ് മാർട്ടിൻ ചെയ്തത്. മാർട്ടിൻ പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പിന്നെ റിഫ്ലക്റ്റ് ചെയ്ത് ജീവിതത്തെ മാറ്റുകയാണ്. ഉദാഹരണത്തിന് ഫരിസേയനും മറ്റുള്ളവരിനൊക്കെ കർത്താവ് ഭവനത്തിലേക്ക് ചെല്ലുന്നു. ഫരിസേയൻ കാര്യമായിട്ടൊന്നും കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല. പക്ഷെ പാപിനിയായ സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാല് കഴുകി, മുടി കൊണ്ട് തുടച്ചു, ലേപനം പുരട്ടി. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ ഫരിസേയ, ഞാൻ വന്നിട്ട് നീ എന്നെ സ്വീകരിച്ചില്ല, നീ എന്നെ ആലിംഗനം ചെയ്തില്ല, ഹൃദയത്തിലേക്ക് എന്നെ ഉൾക്കൊണ്ടില്ല. പക്ഷെ പാവനിക്കത് സാധിച്ചു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് അടച്ചു വെച്ചിട്ട് മാറ്റി ചിന്തിക്കുകയാണ്, ഞാൻ ഫരിസേയനെ പോലെയല്ലേ? കർത്താവ് വന്നിട്ട് ഞാൻ സ്വീകരിച്ചോ? കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയോ? കർത്താവിൽ ഞാൻ പുതിയ വ്യക്തിയായിട്ട് മാറിയോ? അയാൾ കരയാൻ തുടങ്ങി. ഇങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്. പണ്ടത്തെ രീതി അനുസരിച്ച് ബൈബിൾ വായിക്കുന്നതിന് 4 തലങ്ങളുണ്ട്. ആദ്യം റീഡ് ചെയ്യണം, പിന്നെ റിഫ്ലക്റ്റ് ചെയ്യണം, പിന്നെ പ്രാർത്ഥിക്കണം, പിന്നെ കോണ്ടംപ്ലേറ്റ് ചെയ്യണം. റീഡിങ്, റിഫ്ലക്ഷൻ, പ്രെയർ ആൻഡ് കോണ്ടംപ്ലേഷൻ. ഇത്രയൊക്കെ നമ്മുടെ ബൈബിൾ വായനയിൽ വരണം. വെറുതെ എന്തോ കടക്കുന്ന മട്ടിൽ നമ്മൾ ബൈബിൾ വായിക്കാൻ പാടില്ല. മാർട്ടിൻ അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ മാർട്ടിൻ്റെ ജീവിതം മാറുകയാണ്. അങ്ങനെ അയാൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒരു സ്വപ്നം ഉണ്ടായി. സ്വപ്നത്തിൽ കർത്താവ് തന്നെ സന്ദർശിക്കാൻ വരും എന്നൊരു തോന്നൽ. എന്തൊരു സന്തോഷമുള്ളൊരു സ്വപ്നമാണത്. കർത്താവ്, എൻ്റെ ജീവൻ്റെ ജീവനായ കർത്താവ് എന്നെ കാണാൻ വരികയാണ്.
അയാൾ പിറ്റേ ദിവസം കർത്താവിനെ കാത്ത് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കർത്താവ് വരുമെന്ന്. അയാളങ്ങനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അയാൾക്ക് തെരുവിൽ നടക്കുന്ന ആളുടെ കാലുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം ആ നാട്ടിലെ എല്ലാവരുടെയും ചെരുപ്പ് തുന്നിയിട്ടുള്ളത് ഇയാളാണ്. അതുകൊണ്ട് അയാൾ ആർക്ക് വേണ്ടി ചെരുപ്പ് തുന്നിയെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് അയാൾക്ക് ചെരുപ്പ് കണ്ടാൽ മതി. ചെരുപ്പ് കണ്ട് തന്നെ ഒരാളെ തിരിച്ചറിയാൻ പറ്റും. അയാളിങ്ങനെ ആളുകൾ ഓരോരുത്തരെ തിരിച്ചറിയുകയാണ്. ആദ്യം കണ്ടത് അവിടെ തെരുവ് വൃത്തിയാക്കുന്ന ആളെയാണ്. അയാളിങ്ങനെ കൂനിക്കൂടി നിന്ന് ആ തെരുവ് വൃത്തിയാക്കിയാണ്. മഞ്ഞാണ്, തണുത്തുറഞ്ഞൊക്കെയാണ്. ഇദ്ദേഹത്തിന് കനിവ് തോന്നി. വാതിൽ തുറന്നിട്ട് പറഞ്ഞു, താങ്കൾ അകത്തേക്ക് വരിക, അല്പം നേരം ഒന്ന് ചൂട് കൊള്ളുക, എന്നിട്ട് അല്പം ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് താഴേക്ക് പോകാം. ആ മനുഷ്യന് ഭയങ്കര സന്തോഷം. അയാൾ ഇദ്ദേഹത്തിൻ്റെ കനിവിൻ്റെ ആർദ്രതയുടെ ആ ക്ഷണം സ്വീകരിച്ച് ഒരു കുട്ടുപുരയിലേക്ക് വരുന്ന പോലെ വരികയാണ്. ചില മനുഷ്യർ അങ്ങനെയാണല്ലോ, ഒരിക്കലും വിളമ്പി തീരാത്ത വിരുന്നൊഴിയാത്ത ഊട്ടുപുര പോലെയായി മാറും. മാർട്ടിനിപ്പം അങ്ങനെയായി മാറിയിട്ടുണ്ട്. അതിന് കാരണം വിശുദ്ധ ഗ്രന്ഥമാണ്. അയാൾക്ക് വേണ്ടി ചായ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്നൊരു കാര്യമുണ്ട്. സുവിശേഷ പ്രഘോഷണം അറിയാതെ നടത്തിപ്പോവുകയാണ്. ഉള്ളിൽ നിറയുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ തെന്നി ഒഴുകുകയാണ്. അദ്ദേഹം വിശുദ്ധ ഗ്രന്ഥഭാഗം പറയാൻ തുടങ്ങുന്നു. ഈ ഫരിസേയനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഫരിസേയൻ കർത്താവിനെ സ്വീകരിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യനും അയാൾ കരയാൻ തുടങ്ങുന്നു. അയാൾ കരഞ്ഞുപോയി. അയാൾ പറയുന്നത് ശരിയാണ്, നമ്മളാരും കർത്താവിനുള്ളിൽ സ്വീകരിച്ചിട്ടില്ല. ഒരാത്മാവിന് വചനത്തിൻ്റെ വെട്ടം നൽകുകയാണ്. ഇതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രഘോഷണം എന്ന് പറയപ്പെടുന്നത്. ആ മനുഷ്യൻ ചായ കുടിക്കാൻ മറന്നു എന്ന് പറയുന്നത്, അതായത് ചായ മുന്നിലിരുന്നിട്ട് തണുത്തുറയുന്ന ആ സമയത്ത് അകത്ത് ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചൂട് വന്ന് നിറഞ്ഞത് കൊണ്ട് ചായ കുടിക്കാൻ അയാൾ മറന്നുപോയി. അയാൾക്കും ചായ ഒന്നും കുടിക്കണ്ട. അയാൾ മനസ്സും നിറഞ്ഞ് ഹൃദയവും നിറഞ്ഞ് ശരീരത്തിന് സ്വസ്ഥതയോടുകൂടി മടങ്ങിപ്പോകും. മടങ്ങിപ്പോകും മുമ്പ് അയാൾ മാർട്ടിനോട് പറയുന്നുണ്ട്, ഞാനും വിശുദ്ധ ഗ്രന്ഥം വായിക്കും, കാരണം അത് ജീവനാണ്. ഇങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥ പ്രഘോഷണം നടത്തേണ്ടതെന്ന് എന്നെ കേൾക്കുന്നവരെ ഒന്ന് മനസ്സിൽ കുറിച്ചിടുക. രണ്ടാമതായിട്ട് മാർട്ടിൻ കാണുന്നത് ഒരു പാവപ്പെട്ട യുവതിയായ സ്ത്രീയെയും കുഞ്ഞിനെയുമാണ്. കുഞ്ഞ് വിശന്ന് കരയുന്നുണ്ട്. ഇവരാണെങ്കിൽ വളരെ പരിഭ്രാന്തിയാണ്. തണുപ്പത്ത് വറങ്ങലിച്ചിരിക്കുകയാണ്. ചൂട് വസ്ത്രങ്ങളൊന്നുമില്ല. മാർട്ടിന് വീണ്ടും ദയ തോന്നി. മാർട്ടിൻ പറഞ്ഞു, അകത്തേക്ക് വരിക. പഴയൊരു കോട്ട് അവർക്ക് സമ്മാനമായിട്ട് കൊടുത്തു. അവർക്ക് ഭക്ഷണം വിളമ്പി. ആ കുഞ്ഞിനുള്ള ഭക്ഷണം കൊടുത്തു. അത്രയുമായപ്പോൾ ആ സ്ത്രീക്കും ഭയങ്കര ആശ്വാസം. ആശ്വാസത്തോടെ അവൾ അങ്ങനെ ഇരിക്കുമ്പോൾ മാർട്ടിൻ പറയുകയാണ്, ഇത് എന്നെക്കൊണ്ട് തോന്നിപ്പിച്ചത് വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. വീണ്ടും വചനപ്രഘോഷണം നടക്കുകയാണ് അവിടെ. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും എളിയവർക്ക് നൽകുമ്പോൾ എനിക്ക് തന്നെയാണ് നൽകുന്നത് എന്ന് ഈശോ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നൽകണം. കാരണം എല്ലാവരും ഇടയ്ക്ക് കൈനീട്ടുന്നവരാണ്. അപ്പോൾ ദരിദ്രന് ഭക്ഷണം നൽകുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക, അഭയമില്ലാത്തവന് അഭയം നൽകുക, ആരെ സന്ദർശിക്കാൻ ഇല്ലാത്തവനെ സന്ദർശിക്കുക. ഇതൊക്കെ കർത്താവ് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. സ്ത്രീയും പറഞ്ഞു, എൻ്റെയും ഹൃദയം നിറഞ്ഞു. കാരണം എനിക്ക് പെട്ടെന്ന് അഭയം കിട്ടി. കർത്താവിൻ്റെ കൂടാരമാണിത്. നിങ്ങളാണ് ഒരുക്കിയത്. കർത്താവാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളെനിക്ക് നൽകിയ ഭക്ഷണത്തിൽ കർത്താവാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ നടന്നു പോകുമ്പോൾ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. കാരണം ഈശോമിശിഹായെ ഞാൻ ഈ കൊച്ചുമുറിയിൽ കണ്ടുമുട്ടി. ഞാൻ നടന്നു പോകുന്ന വഴിയിലൊക്കെ ആളുകൾ നോക്കി ഈശോമിശിഹായ്ക്ക് സ്തുതി എന്ന് പറയും. കാരണം ഈശോയെ ഞാൻ സ്വന്തമാക്കി, ഈശോ എന്നെ സ്വന്തമാക്കി. അങ്ങനെ ആ സ്ത്രീയും ഒരു വചന പ്രഘോഷകയെ പോലെ ജീവിതത്തിൻ്റെ തണുപ്പിലേക്ക് അകത്ത് നാളവുമേന്തി കടന്നു പോവുകയാണ്. ഇനി അവർ ജീവിതം കൊണ്ട് ഒന്നും പറയാതെ തന്നെ പ്രസംഗിക്കാൻ തുടങ്ങും. മൂന്നാമതായിട്ട് അവിടെ എത്തിച്ചേർന്നത് അല്പം കാർക്കശ്യഭാവമുള്ള ഒരു സ്ത്രീയും മറ്റൊരു കുട്ടിയുമാണ്. ആ കുട്ടി അവരുടെ പഴം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് ദേഷ്യം വരുന്നു. അവർ കുഞ്ഞിനെ അടിക്കാൻ ഓടിച്ചിടുമ്പോൾ മാർട്ടിൻ രണ്ടുപേരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു. മധ്യസ്ഥനാണ് ഇപ്പോൾ മാർട്ടിൻ രണ്ടുപേരെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. എന്നിട്ട് സ്ത്രീയോട് പറയുന്നു, കാര്യസ്ഥൻ്റെ ഉപമയാണ്. മാർട്ടിനിപ്പോൾ സംസാരിക്കുമ്പോൾ
വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉദ്ധരണികൾ താനേ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർട്ടിൻ്റെ ഉള്ളു നിറയെ വചനാണ്, ഉള്ളു നിറയെ ഈശോയാണ്. അതുകൊണ്ട് അയാൾക്ക് അങ്ങനെയേ സംസാരിക്കാൻ പറ്റൂ. ടോൾസ്റ്റോയ് എഴുതുന്നത് അയാളുടെ തല നിറച്ചും കർത്താവിൻ്റെ വാക്കുകളാണ്. ഇങ്ങനെയാണ് ഒരാൾ രൂപാന്തരപ്പെടുന്നത്. തല നിറച്ചും ഹൃദയം നിറച്ചും കർത്താവിൻ്റെ വാക്കുകൾ വരണം. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് പിന്നെ കർത്താവിനെ കുറിച്ചല്ലാതെ ഒന്നിനെക്കുറിച്ച് പറയുവാൻ സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് പേരോടും മാർട്ടിൻ സംസാരിച്ചു തുടങ്ങുന്നു. ആ പയ്യൻ മോഷണമൊക്കെ നടത്തി, പക്ഷെ അവൻ അത്ര മോശമൊന്നുമല്ലല്ലോ, അവരൊരു മിസ്റ്റേക്ക് നടത്തിയെങ്കിൽ അവനൊരു മിസ്റ്റേക്ക് അല്ലല്ലോ എന്ന മട്ടിലാണ് മാർട്ടിൻ സംസാരിക്കുക. പിന്നെ പറയുന്നു, ഇളവ് ചെയ്യപ്പെട്ട ഭൃത്യൻ മറ്റൊരു ഭൃത്യനെ അടിച്ചോടിച്ചില്ലേ, അപ്പോൾ യജമാനൻ അവനോട് ദേഷ്യപ്പെട്ട് അവനെ ജയിലിലടച്ചു. നമ്മളെല്ലാവരും കടം മേടിച്ചവരാണ്, ഇളവ് ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ ഒരുപാട് പേരുടെ ദാനമാണ് ഈ ജീവിതം. ഒരുപാട് പേര് ഇളവ് ചെയ്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി കരുണ കാട്ടാവുന്നേ ഉള്ളൂ. സ്ത്രീക്ക് ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടു. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഹൃദയത്തിലെ ഗ്രന്ഥത്തിൽ ദൈവം എഴുതിയ പോലെയാണ് ആ വാക്കുകൾ. അതുകൊണ്ട് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആൾ കേട്ടു. അവർക്ക് ജീവിതത്തിൽ സന്തോഷമൊക്കെ തോന്നി. കുറച്ചുകൂടി മൃദു ഹൃദയത്തോടു കൂടി, ശിലാഹൃദയമൊക്കെ മാറ്റി മൃദു ഹൃദയത്തോട് ജീവിക്കാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു. പയ്യൻ അവനൊരു തീരുമാനം എടുത്തു, ഇങ്ങനെ താന്തോന്നിത്തരമൊക്കെ മാറ്റണം. കാരണം സ്നേഹമുള്ളിടത്തെ, റെസ്പെക്റ്റുള്ളിടത്തെ യഥാർത്ഥ ജീവിതമുള്ളൂ. അപ്പോൾ ജനാലയിലൂടെ നോക്കുമ്പോൾ പിന്നീട് മാറ്റി കാണുന്ന കാഴ്ച എന്താണ്? ശത്രുക്കളെപ്പോലെ പെരുമാറിയിരുന്ന, പരസ്പരം പടയൊരുക്കം നടത്തിയിരുന്ന രണ്ടുപേർ കൂട്ടുകാരെ പോലെ പോവുകയാണ്. അമ്മ കുഞ്ഞിനെ ദേഹത്തോട് ചേർക്കുന്ന മട്ടിൽ ഈ തെമ്മാടിക്കുട്ടനെ ആ സ്ത്രീ ചേർത്ത് വെക്കുന്നുണ്ട്. അവനാകട്ടെ തനിക്കില്ലാതെ പോയൊരമ്മയുടെ സംരക്ഷണം പെട്ടെന്ന് കിട്ടിയതുപോലെ അവരുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. രണ്ടു പേരും പുതുതായി ചേർക്കപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളെ പോലെ മുന്നോട്ട് പോവുകയാണ്. മാർട്ടിന് ഭയങ്കര സന്തോഷമാണ്. മാർട്ടിൻ വീണ്ടും ബൈബിൾ ഗ്രന്ഥമെടുത്തു. അയാളുടെ കുഞ്ഞിനെ ഓർത്തു. കുഞ്ഞ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ടാണ് ദൈവം വേണ്ട എന്ന് അയാൾ തീരുമാനിച്ചത്. ഇപ്പോൾ സന്തോഷത്തോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടി കുഞ്ഞിനെക്കുറിച്ച് ഓർത്തു. എന്നിട്ട് ഇദ്ദേഹം എൻ്റെ കുഞ്ഞ് കപ്പിത്താനെ എന്നാണ് കുഞ്ഞിനെ വിളിച്ചിരുന്നത്. എൻ്റെ കുഞ്ഞ് കപ്പിത്താനെ, നീ എത്തേണ്ടടുത്ത് നീ എത്തി, എനിക്കറിയാം. ഞാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതി എന്ന് പറയുകയാണ് നിന്നെ പ്രതി. ഇതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് നഷ്ടപ്പെടാം, ആ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം നന്മയായി മാറുന്നു. ഒരു അമ്മയ്ക്ക് മകൻ്റെ സ്വപ്നം ഉണ്ടായി. മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു പോയതാണ്. മകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, വല്ലാത്ത ഇരുളിമയാണ്. എനിക്ക് ചുറ്റുമുള്ള മാലാഖമാരുടെ മുഖത്തൊക്കെ വെട്ടമുണ്ട്, എൻ്റെ മുഖത്ത് വെട്ടമില്ല. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താടാ നിൻ്റെ മുഖത്ത് മാത്രം വെട്ടമില്ലാത്തത്, നിൻ്റെ കയ്യിൽ തിരി മാത്രം എന്താ കെട്ടിരിക്കുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിലുണ്ട് തിരി, കെടാൻ കാരണം എന്താണ്? അത് കത്തിക്കും മാലാഖമാർ. അപ്പോഴേക്ക് അമ്മയുടെ കരച്ചിൽ വന്ന്, കണ്ണീർത്തുള്ളി വന്ന് അതിനെ കെടുത്തിക്കളയാണ്. എൻ്റെ അമ്മ, എൻ്റെ നാളം കെടുത്തല്ലേ, കരച്ചിൽ നിർത്തമ്മ. ഇത് പറയുന്ന ആള് സത്യത്തിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ കുഞ്ഞ് കപ്പിത്താൻ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ആ കുഞ്ഞ് കപ്പിത്താനും പറയുന്നത്, കർത്താവിനോടൊപ്പമായിരിക്കുമ്പോൾ എനിക്കെല്ലാം ഓക്കെയാണ്. കർത്താവിൻ്റെ ആലയത്തിലായിരിക്കുന്നത് എത്രയോ വിശിഷ്ടമായ കാര്യമാണ്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോൾ പോലെ ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. അവിടുത്തെ ഊന്നുപടിയും ദണ്ടും എന്നെ ശക്തനാക്കുന്നു. മാർട്ടിൻ അതീവ സന്തുഷ്ടനായി മാറുന്നു. മാർട്ടിൻ്റെ ജീവിതം വീണ്ടും മാറുകയാണ്. അന്ന് കിടക്കാൻ പോകുമ്പോൾ മാർട്ടിൻ ഓർത്തു, കർത്താവ് വരുമെന്നല്ല പറഞ്ഞത്, കർത്താവ് വന്നില്ലല്ലോ. വീണ്ടും വിശുദ്ധ ഭാഗങ്ങളിലൂടെ മാർട്ടിൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലുള്ളിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ എളിയവരിൽ ഒരുവന് നീ ചെയ്യുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. മാർട്ടിൻ്റെ ഉള്ളു നിറഞ്ഞു, കണ്ണ് നിറഞ്ഞു. മാർട്ടിൻ കൈകൂപ്പി പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈ എളിയവരിലൂടെ നീ എന്നെ കാണാമെന്നല്ലോ. പെട്ടെന്ന് ആ മൂന്ന് വ്യക്തികൾ തൻ്റെ
മുറിയിൽ വന്ന് നിറയുന്നതായിട്ട് മാർട്ടിൻ കണ്ടു. അവർ സന്തോഷത്തോടുകൂടി മാർട്ടിനോട് പറയുന്നു, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം വായിച്ച് മടക്കുമ്പോൾ ഹൃദയം തുറക്കണം. ആ ഹൃദയത്തിൽ ഈശോയുടെ വചനങ്ങൾ വന്ന് നിറയണം. എന്നിട്ട് ജീവിതത്തിലൂടെ ലോകത്തിനു മുമ്പിൽ പറയാൻ സാധിക്കണം, കൈകൂപ്പി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി പറയുന്നു, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിനി കണ്ടുമുട്ടുന്ന ആളുകളുടെ മുമ്പിൽ കൈകൂപ്പി പറയുക, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വഴി നടന്നലഞ്ഞപ്പോൾ വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ. കര കാണാ കടലിലെ അലകളിൽ താഴവെ കരമേകാൻ വന്നതും നീയൊരുവൻ. വഴി നടന്നലഞ്ഞപ്പോൾ വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ വെളിച്ചമായി തെളിഞ്ഞവൻ നീ.